ഞാൻ വെറും ഒരു ആവറേജ് സ്റ്റുഡന്റ്, എല്ലായിടത്തും ഇങ്ങനെ ഒരു മാറ്റി നിർത്തപ്പെടുന്ന, അങ്ങനെ ഒരു സ്പെഷ്യൽ കഴിവൊന്നും ഇല്ലാത്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ വീട്ടിൽ കൂടി നമ്മുടെ ഫാമിലിയിൽ നിന്നാണെങ്കിലും എല്ലായിടത്തും ഒരു കമ്പാരിസണും അങ്ങനെ ഇങ്ങനെ എല്ലായിടത്തും നമുക്കൊരു കഴിവില്ല, ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു അവസ്ഥയിൽ കൂടെ പോകുമ്പോഴാണ്. അതുപോലെ അന്ന് എന്റെ മുന്നിൽ നിന്ന് ഈ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ശ്രദ്ധിക്കാതെ നിന്നിരുന്ന കൊച്ചുങ്ങൾ പോലും ഭാഷാവരത്തിൽ സ്തുതിക്കാൻ തുടങ്ങി. അപ്പത്തേക്ക് ഞാൻ ഈശോ എനിക്ക് മാത്രം എന്താ വരാത്ത ഭാഷാവരം എന്നൊക്കെ ഓർത്ത് ഞാൻ വിഷമിച്ച് എനിക്ക് ഈശോ ആയിട്ട് ഭയങ്കരമായിട്ടൊരു ക്ലോസ്നെസ് വന്നു. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നെ എല്ലായിടത്തും നിന്ന് എല്ലാവരും മാറ്റി നിർത്തുന്നത്, എല്ലാവരും എന്താ ആരും എന്നെ എല്ലായിടത്തു നിന്നും മാറ്റി നിർത്തപ്പെട്ട് ഒരു കഴിവും ഇല്ല എന്നുള്ള രീതിയിൽ എന്നെ കൂടെ തോന്നിപ്പിച്ച ആളുകളുടെ മുന്നിൽ എന്നെ ഈശോ, ഞാൻ എന്താ ചോദിച്ച ഈശോ എന്നെ ഉയർത്തി നിർത്തണം, നിനക്ക് പറ്റും. നിക്ക് പോലെ അപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എന്റെ പേര് മരിയ. ഹിസ് മറിയാമ്മ എന്ന് പറഞ്ഞ പേജ് ഉണ്ട്, എല്ലാവർക്കും ഒന്നും അറിയണ്ടാവില്ല. അപ്പം എല്ലാവർക്കും യേശോയ്ക്ക് ആദ്യം ഒത്തിരി നന്ദി ഇങ്ങനെ പറയാനായിട്ട്. നിങ്ങൾ ഇത്രയും പേരിലോട്ട് ആദ്യമായിട്ടാട്ടോ ഇത്രയും പേരെടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത്. വീഡിയോ ചെയ്യുമെങ്കിലും നമ്മളിങ്ങനെ വീഡിയോ ഇരുന്ന് റെക്കോർഡ് ചെയ്യുന്നു, നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. അപ്പൊ ആരെയും ഇങ്ങനെ കാണണ്ടല്ലോ, ആദ്യമായിട്ട് എത്ര പേരെടുത്ത് ഷെയർ ചെയ്യാന്നൊക്കെ ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും തെറ്റും കുറവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അപ്പൊ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് യാക്കോബ്സിന്റെ പുസ്തകത്തിലെ 4-ാം അധ്യായം 8-ാം വചനം, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. അതോടൊപ്പം യോഹന്നാൻ 15:4, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും എന്നുള്ള ഈ 2 വചനം ചേർത്ത് വെച്ചുകൊണ്ട് എന്റെ ലൈഫിൽ ഞാൻ എങ്ങനെയാണ് ഈശോ ആയിട്ട് അടുത്തത്, എന്റെ ലൈഫ് ഇപ്പൊ ഈശോ എങ്ങനെ കൊണ്ടുപോകുന്നതു എന്നുള്ള കാര്യമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഒരു ക്ലാസ് പോലെ ഒന്നും കേൾക്കണ്ട, ഒരു കഥ പോലെ കേട്ടാൽ മതി. അപ്പൊ ഞാൻ ആദ്യമായിട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു 8-ാം ക്ലാസ്സുകളാണ് ആദ്യമായിട്ട് ഞാനൊരു ധ്യാനത്തിന് കൂടുന്നത്. അതിന് മുന്നേ വരെ സാധാരണ ശനി ഞായറും മാത്രം പള്ളിയിൽ പോകുന്ന ഒരു സാധാരണ കൊച്ച്. പിന്നെ വീട്ടിൽ വെച്ച് ദൂരം പള്ളിയിലോട്ട് നടക്കാനുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു, വീട്ടിൽ അവർക്ക് പേടിയായതുകൊണ്ടാവാം അവരെന്നെ വിടത്തില്ലായിരുന്നു രാവിലെ ഒറ്റയ്ക്ക്. അപ്പൊ ശനി ഞായറും മാത്രം പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ സ്വന്തം താല്പര്യപ്രകാരം ഒരു ധ്യാനത്തിന് കൂടാന്ന് ഞാൻ വിചാരിച്ച് പാലക്കാട് സീനായി ധ്യാന കേന്ദ്രത്തില് ഒരു 3 ദിവസത്തെ ധ്യാനം കൂടാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ അങ്ങനെ ധ്യാനത്തിന് പോകുന്നു, ഭയങ്കര ആഗ്രഹിച്ചപ്പോ നമ്മുടെ പ്രായത്തിൽ കുറെ പിള്ളേരൊക്കെ ഉണ്ട്, ധ്യാനത്തിന് പോകുന്നു. ഭയങ്കര ഞാനപ്പോ കേട്ടിട്ടുണ്ട് ഈ ഭാഷാവരം അങ്ങനത്തെ, എനിക്കും അപ്പൊ ആ വരമൊക്കെ കിട്ടണം എന്നൊക്കെ ആഗ്രഹിച്ച ആ പ്രായത്തിലാണല്ലോ. അപ്പൊ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് ധ്യാനമൊക്കെ പോകുന്നു. ധ്യാനത്തിന്റെ അവസാന ദിവസം ദിവ്യകാരുണ്യ ആരാധനയും ദിവ്യകാരുണ്യ കൗൺസിലിംഗും ഉണ്ട്. അപ്പൊ ദിവ്യകാരുണ്യ കൗൺസിലിംഗിൽ വെച്ചിട്ട് എന്നോട് ഇങ്ങനെ ബ്രദർ പറഞ്ഞു, മോള് ഇങ്ങനെ UK അങ്ങനെ പുറത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് പോവും, അവിടെ മിടുക്കിയാവും എന്നൊക്കെ എന്നോട് പറഞ്ഞു. ആ സമയത്ത് ഞാൻ കേൾക്കുമ്പോ ഞാൻ വെറും ഒരു ആവറേജ് സ്റ്റുഡന്റ്, എല്ലായിടത്തും ഇങ്ങനെ ഒരു മാറ്റി നിർത്തപ്പെടുന്ന, അങ്ങനെ ഒരു സ്പെഷ്യൽ കഴിവൊന്നും ഇല്ലാത്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ വീട്ടിൽ കൂടി നമ്മുടെ ഫാമിലിയിൽ നിന്നാണെങ്കിലും എല്ലായിടത്തും ഒരു കമ്പാരിസണും അങ്ങനെ ഇങ്ങനെ എല്ലായിടത്തും നമുക്കൊരു കഴിവില്ല, ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു അവസ്ഥയിൽ കൂടെ പോകുമ്പോഴാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഈ കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ എന്റെ ഉള്ളിൽ ഇങ്ങനെ സംശയം, ഇനി എല്ലാരോടും ഇതാണോ പറഞ്ഞിട്ടുള്ളത്, ഈ തോമസിലേക്ക് തോന്നിയ സംശയം പോലെ. അപ്പൊ ഞാൻ ചോദിച്ചു പിള്ളേരോട് അടുത്തിരുന്നോട്, നിങ്ങളുടെ അടുത്തൊക്കെ എന്താ പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പൊ ഒരു കൊച്ചെന്നോട് പറഞ്ഞു, ആ കൊച്ചായിരുന്നു ആ ധ്യാനത്തിൽ വന്നില്ലേ, കുറച്ച് ഇളയ കൊച്ച്. അപ്പൊ ആ കൊച്ച് കണ്ടാലാണല്ലോ ഒരു മാലാഖനെ പോലെ ഇരിക്കുന്നത്. അപ്പൊ ഈ കൊച്ചു പറഞ്ഞു, എന്നോട് പറഞ്ഞു ഈ ബ്രദർ, ഞാൻ രാത്രി ആരാധനയുടെ സമയത്ത് മാലാഖമാരുടെ കൂടെ ഞാൻ ഡാൻസ് കളിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ, ഓ അങ്ങനെയൊക്കെ പറഞ്ഞോ. അപ്പൊ ഞാൻ അതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും, എന്തായിരിക്കും രാത്രി ആരാധന സമയത്ത് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ വേറൊരു കൊച്ചു പറഞ്ഞു, കഴിഞ്ഞ വർഷം ഞാൻ ഇന്ന പോലെ ധ്യാനത്തിന് വന്നപ്പോ ഈ ബ്രദർ പറഞ്ഞു ഞാൻ ഇന്ന ഒരു കോഴ്സിനായിരിക്കും ചേരാൻ പോവാന്ന്. അപ്പൊ ഈ ചേച്ചി പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല, പക്ഷെ ആ ചേച്ചി ആ കോഴ്സിനാണ് ചേർന്നത്, എല്ലാം നന്നായിട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ ആ ചേച്ചി പറഞ്ഞു. അപ്പം അങ്ങനെ രാത്രി ആരാധന സമയമായി. അപ്പൊ ധ്യാനത്തിന് വന്നവരിൽ എല്ലാവരും ഒന്നും ആഗ്രഹത്തോടെ വന്നവരായിരിക്കില്ലല്ലോ. അപ്പൊ എന്റെ മുന്നിൽ ഇരിക്കുന്നവരൊക്കെ ഇങ്ങനെ ഒത്തിരി വർത്താനമൊക്കെ പറഞ്ഞ് ധ്യാനത്തിന് താല്പര്യമില്ലാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട്. ഞാനാണ് ഇവിടെ എനിക്ക് കുറച്ച് ഭാഷാവരം കിട്ടണേ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ, അത് ഭയങ്കര ആഗ്രഹമായിട്ട് ഞാൻ ഇങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇവരാണെങ്കിൽ മുന്നിരുന്ന് വർത്താനമൊക്കെ പറയുന്നവരായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന അന്ന് ആരാധന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഒരു 6 മണി തൊട്ട് 9:30 വരെയുള്ള ആരാധനയാണ്, നീണ്ട വികാരണി ആരാധന. അപ്പം ഈ പറഞ്ഞതുപോലെ ആരാധന അങ്ങ് പാട്ടൊക്കെ വെച്ച് ആരാധന തുടങ്ങിയപ്പോഴത്തേക്കും ഈ കൊച്ചുങ്ങൾ ഒരു 3 പേര്, ഈ കൊച്ചിന്റെ അടുത്തുനിന്ന് 3 പേര് ശരിക്കും മാലാഖമാര് ഡാൻസ് ചെയ്യുന്ന പോലെ ഹാളിന് ചുറ്റും ഇവരിങ്ങനെ ശരിക്കും ഡാൻസിന്റെ സ്റ്റെപ്പ് ഒന്നും അല്ല, ഇവര് കൈയൊക്കെ വീശിക്കൊണ്ട് ഇവരിങ്ങനെ കറങ്ങി നടന്ന് ആരാധിച്ചിങ്ങനെ നടക്കുക. അപ്പൊ എനിക്കിതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എന്തോ സംഭവിക്കുന്നു, ഈശോ എനിക്ക് മാത്രം ഇതൊന്നും സംഭവിക്കാത്തേന്ന് തോന്നുക. അതുപോലെ അന്ന് എന്റെ മുന്നിൽ നിന്ന് ഈ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ശ്രദ്ധിക്കാതെ നിന്നിരുന്ന കൊച്ചുങ്ങൾ പോലും
ഭാഷാവരത്തിൽ സ്തുതിക്കാൻ തുടങ്ങി. അപ്പത്തേക്കും ഞാൻ ഈശോ എനിക്ക് മാത്രം എന്താ വരാത്ത ഭാഷാവരം എന്നൊക്കെ ഓർത്ത് ഞാൻ വിഷമിച്ച് അങ്ങനെ അന്ന് ആരാധന കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കൊച്ചുങ്ങൾ വന്ന് സാക്ഷ്യം പറഞ്ഞു. ഞങ്ങൾ ഒട്ടും താല്പര്യം ഇല്ലാണ്ടാണ് ധ്യാനത്തിന് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ നാവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലെ നാവ് ഇങ്ങനെ ചലിക്കാൻ തുടങ്ങി. അവര് ഭാഷാവരത്തിൽ സംസാരിക്കാനൊക്കെ തുടങ്ങി, സ്തുതിക്കാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്കത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പക്ഷെ ഒരു നിരാശയുണ്ട്. എനിക്ക് ഭാഷാവരത്തിൽ സംസ്വദിക്കാനൊന്നും പറ്റിയില്ല. പക്ഷെ എനിക്ക് എന്തോ ഒരു ചേഞ്ച് വന്നു. ഞാൻ വീട്ടിൽ വന്ന പാടെ ഭയങ്കര അടുക്കും ചിട്ടയും എല്ലാം തുടങ്ങി. റൂം മൊത്തം അടുക്കി പെറുക്കുന്നു. ഒറ്റ ഇരിപ്പിന് 150 മണി ജപമാലയൊക്കെ കഥമൊക്കെ പൂട്ടിയിട്ട് അടച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ വീട്ടിലെ മമ്മിയും ചാച്ചനും ഇത് എത്ര ദിവസം ഉണ്ടാവും എന്ന് കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ അവർ പറയുന്നു. പക്ഷെ ശരിയാണ്, 150 മണി ജപമാല ഒന്നും എല്ലാ ദിവസവും ചെല്ലിയില്ലെങ്കിലും എനിക്ക് ഈശോ ആയിട്ട് ഭയങ്കരമായിട്ടൊരു ക്ലോസ്നെസ് വന്നു. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ പറഞ്ഞ പോലെ എനിക്ക് അന്ന് തിരിച്ചറിഞ്ഞു. ഞാൻ പിന്നീട് മനസ്സിലാക്കി, അന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിലും ഞാൻ അന്ന് ആഗ്രഹിച്ചത് ഭാഷാപരമായിരുന്നെങ്കിലും ഇന്ന് നമ്മൾ ക്ലാസ്സിൽ തുടങ്ങി പറഞ്ഞ പോലെ വിശ്വാസത്തിന്റെ വരവായിരുന്നു എനിക്ക് അന്നത്തെ ആ ധ്യാനത്തിലൂടെ എനിക്ക് ഈശോ തന്നത്. അത് പിന്നെ എനിക്ക് എപ്പോഴും ഈശോയോട് ചേർന്നിരിക്കണം. അടുത്ത വെക്കേഷൻ എന്നാ വരുന്നത്, അടുത്ത ധ്യാനത്തിന് കൂടാനായിട്ടുള്ള ഒരു കൊതിയാ. എല്ലാ പ്രാവശ്യം അടുത്തടുത്ത ധ്യാനത്തിന് പോകാനായിട്ട് തോന്നുക. അപ്പൊ ധ്യാനത്തിന് പോകുന്നു, കുറെ ആളുകൾ വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകൾ, വേറെ വേറെ അനുഭവങ്ങൾ അങ്ങനെ കിട്ടുന്നു. അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. അപ്പൊ പ്രാർത്ഥന ലൈഫ് നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ലൈഫിലെ സ്ട്രഗിൾസിലോട്ട് കിടക്കുക. നമ്മൾ 10ാം ക്ലാസ് ഒക്കെ എത്താറായി. അപ്പത്തേക്കും ഞാൻ ഈ പറഞ്ഞ പോലെ ആവറേജ് സ്റ്റുഡന്റ്. പക്ഷെ എന്റെ ഫാമിലി, എന്റെ കസിൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരാണ്. അപ്പൊ എല്ലാവരും വീട്ടുകാരാണെങ്കിലും അവരെ വെച്ച് കമ്പയർ ചെയ്യുന്നു. സ്കൂളിലാണെങ്കിലും നമ്മള് എല്ലാത്തിനും ഇങ്ങനെ ഒരു മാറ്റി നിർത്തുന്ന പോലെ, അല്ലെ ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒരു മാറ്റി നിർത്തലും കളിയാക്കലും അനാവശ്യമായിട്ടുള്ള കുറ്റപ്പെടുത്തലും അങ്ങനെ എല്ലാം വന്നപ്പോ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു പോയിക്കൊണ്ടിരുന്ന സമയമൊക്കെ ആയിരുന്നു. ആ സമയത്ത് എല്ലായിടത്തും ഒരു മാറ്റി നിർത്തല്. അപ്പൊ ഞാൻ ഇങ്ങനെ ഈ മാറ്റി നിർത്തലൊക്കെ വരുന്ന സമയത്ത് എനിക്ക് ദൈവം അനുഗ്രഹിച്ചൊരു ഇതുണ്ടായിരുന്നു. ചുമ്മാ പോലും ടീച്ചേഴ്സ് ചിലപ്പോൾ നമ്മൾ അടിക്കും. ഇപ്പൊ ഒക്കെ ചിന്തിക്കുമ്പോ അതൊക്കെ എന്ത് കാരണത്തിനായിരുന്നു അടിച്ചെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു കൃപ ദൈവം തന്നു. അവരോടത്തെ ദേഷ്യം തോന്നാതെ അവര് എന്തോ എന്നോട് സ്നേഹം കൊണ്ട് ഞാൻ നല്ലതാവാനായിട്ടാണല്ലോ എന്നെ അടിക്കുന്നത് എന്ന് ചിന്തിക്കാനുള്ള ഒരു കൃപ എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതൊക്കെ എനിക്ക് ദേഷ്യമൊന്നും അവരോട് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് വിഷമമായിരുന്നു. ഞാൻ മാത്രം എന്താ, ഞാൻ എന്തായി തീരും, എന്നെ എല്ലായിടത്തും നിന്ന് എന്താ എല്ലാവരും മാറ്റി നിർത്തുന്നത്, എല്ലാവരും എന്താ എന്നെ ആരും എന്നെ ഒരു ഒന്നിനും എന്നെ കൂട്ടുന്നില്ല ഈവൻ. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുവാന്ന്, ഈശോയുടെ മുന്നിൽ പോയി ഇങ്ങനെ കരഞ്ഞ ഇങ്ങനെ പ്രാർത്ഥിക്കുവായിരുന്നു. ഈശോയെ, ഈ എന്നെ മാറ്റി നിർത്തുന്നവരുടെയും എന്നെ ഈ ഒറ്റപ്പെടുത്തുന്നവരെയും ഒക്കെ മുന്നിൽ ഈശോയെ നിനക്ക് എന്നെ ഉയർത്തി നിർത്താൻ പറ്റും. അപ്പൊ ഞാൻ ഇങ്ങനെ പറയും. ഇപ്പൊ ഇവരെല്ലാം മുന്നിൽ ഈശോ നീ എന്നെ ഉയർത്തി നിർത്തണേ എന്ന് പറയുന്നു. അന്ന് എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു പ്രസംഗിക്കുന്ന ഒരാളല്ല. എനിക്ക് കുറച്ചൊക്കെ പാട്ട് പാടാൻ അറിയാം. അപ്പൊ എനിക്ക് വലിയ ആഗ്രഹമൊക്കെ ആയിരുന്നു പാട്ടൊക്കെ പാടണം പള്ളിയിൽ നിന്ന്. പക്ഷെ അതിനൊന്നും പോലും ഒരു സാധ്യത ഇല്ലാത്ത ഒരു രീതിയിലായിരുന്നു എൻ്റെ ഒരു അവസ്ഥ. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞു, ഡിഗ്രിക്ക് നാട്ടിൽ തന്നെ ഡിഗ്രിക്ക്. എനിക്ക് നഴ്സിംഗിന് പോകണം ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ വീട്ടിൽ നിന്ന് തന്നെ നഴ്സിംഗിന് വിട്ടില്ല. കാരണം വീട്ടിൽ ഇളയതായതുകൊണ്ട് അവർക്ക് ഭയങ്കര സ്നേഹക്കൂടുതലായതുകൊണ്ട് നഴ്സിംഗിന് പോയാൽ ഭയങ്കര കഷ്ടപ്പാടാ, നീ പോവണ്ട, ഒരു ടീച്ചർ ആയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ എന്നാ ശരി, എനിക്ക് ടീച്ചർ ആയാലും കുഴപ്പമില്ല, എനിക്ക് ഈ വർത്താനം ഒക്കെ പറയാൻ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാനൊക്കെ ടീച്ചർ ആവാം എന്നൊക്കെ രീതിയിൽ നാട്ടിൽ തന്നെ നിന്നു. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പാലക്കാട് മേഴ്സി കോളേജിലായിരുന്നേ. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഡിഗ്രി അങ്ങ് മുന്നോട്ട് ഡിഗ്രി കണ്ടിന്യൂ ചെയ്യാൻ തോന്നുന്നില്ല. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞാൻ നഴ്സിംഗിലോട്ട് വന്നു. എങ്ങനെയോ UK വന്ന് നഴ്സിംഗ് ചെയ്യാനായിട്ട് പഠിക്കാനായിട്ടുള്ള ഒരു വഴി തുറന്നു തന്നു. ഞാൻ അങ്ങനെ ഒരു പ്ലാനേ ഉണ്ടായിരുന്നില്ല. ഞാൻ വീട് വിട്ട് നാട് വിട്ടു എവിടെയും പോവില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളായിരുന്നു. അങ്ങനെ ഇവിടെ എത്തി കഴിഞ്ഞപ്പോഴാണേലും ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യം വെച്ചാല്, ഈശോയോട് നമ്മൾ ചേർന്ന്, അതായത് ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് പോരുന്നതിന് മുന്നുള്ള ഓഗസ്റ്റിൽ ധ്യാനത്തിന് സെഹിയോനിൽ പോയായിരുന്നു. അപ്പൊ അവിടെ വട്ടായലച്ചൻ പ്രത്യേകമായിട്ട് ഒരു പാട്ട് പാടുന്നവരുടെ ഗ്രൂപ്പ് ഫോം ചെയ്യാൻ തുടങ്ങുക. അച്ഛൻ അന്ന് പാർക്കൊക്കെ പാട്ട് പാടാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ് അവരെ മാറ്റിയൊരു ഗ്രൂപ്പ് പോലെ. അപ്പൊ ഞാൻ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു, അച്ഛാ എനിക്ക് ഭയങ്കര ആഗ്രഹം പാട്ട് പാടണം, പക്ഷെ ഞാൻ അടുത്ത മാസം പോവുക UK എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു സാരില്ല, അവിടെയും നമ്മുടെ എല്ലാവരും ഉണ്ട്, അവിടെ നമുക്ക് ഒത്തിരി നല്ല കമ്മ്യൂണിറ്റി ഉണ്ട്, നിനക്ക് ദൈവം നിന്നെ കൊണ്ടുവരണ്ടാണെങ്കിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ വിശ്വാസത്തിൽ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും ദൈവം എന്നെ കറക്റ്റ് സ്ഥലത്ത് കൊണ്ടെത്തിച്ചതുപോലെ ഒത്തിരി നല്ല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ നല്ല പള്ളി ആക്റ്റീവ് ആയിട്ടുള്ള എല്ലാവരുടെയും അടുത്ത് കൊണ്ടെത്തിച്ചു. എനിക്ക് അതായത് ഇപ്പൊ നിങ്ങൾ എല്ലാവരും പോലെ ഇവിടെ ആ ഇടവകയിലാണെങ്കിലും ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് പഠിക്കാൻ വരുന്നവരെയൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് ഒരു യൂത്ത് മീറ്റിംഗ്, കുർബാന, ഞായറാഴ്ചകളിൽ കുർബാനയുള്ള ഒരു ഇടവക മീറ്റിംഗ് ഒക്കെ വെക്കുക, അവര് നമ്മളെങ്ങനെ നമ്മളോട് സംസാരിക്കുക, അവര് ഷെയറിംഗ് ഒക്കെ നടത്തുക. അങ്ങനെ ഒരു നല്ലൊരു സ്ഥലത്തോട്ട് എന്നെ കൊണ്ടുവന്നു. എപ്പോഴും പ്രാർത്ഥനയിൽ തന്നെ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ. അതായത് പിന്നെ വിഷമങ്ങളൊക്കെ വരുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഒരു പാർട്ട് ടൈം ജോലി കിട്ടാൻ ബുദ്ധിമുട്ടായ സമയത്ത്
ഈശോ അടുത്ത് പോയിട്ട് ഒന്ന് കരയുമ്പോഴത്തേക്കും ഈശോ വിഷമം നമ്മുടെ കണ്ടോന്ന് പറഞ്ഞാൽ മതി, അപ്പത്തേക്കും ഈശോ നമുക്ക് അതിനുള്ള ആളുകളെ അറേഞ്ച് ചെയ്ത് തരും നമ്മുടെ ചുറ്റും. ഇപ്പൊ അവിടെ നമുക്ക് ഒരാൾ പരിചയപ്പെടുത്തുന്നു, നമ്മൾ അവരോട് ഓക്കെ ജോലി ഇല്ല എന്നുള്ള അവസ്ഥ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഈ പ്രാർത്ഥന കഴിഞ്ഞു നെക്സ്റ്റ് ഡേ ആയിരിക്കും നമ്മൾ ഇവരെ കാണുന്നത്, ഇവര് നമ്മളെ അടുത്ത് ഓക്കെ ജോലി അറേഞ്ച് ചെയ്ത് തരുന്നു, നമുക്ക് ജോലി കിട്ടുന്നു, നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അങ്ങനെ ദാണ്ട് ഞാൻ അവിടുത്തെ പള്ളിയിൽ കൊയറിൽ പാടുന്നു. ഞാൻ അവിടുത്തെ യൂത്തിന്റെ കൊയറിൽ പാടാനായിട്ട് ഞാൻ എന്താ ആഗ്രഹിച്ചോ നാട്ടില് ഞാൻ എന്തോരം ഒന്ന് പാടണം ഈശോയ്ക്ക് വേണ്ടി, എനിക്ക് പാടണം എന്ന് എന്തൊരു ആഗ്രഹമായിരുന്നോ അത് ഇവിടെ UK-യിൽ കൊണ്ടെത്തിച്ച് ഈശോ എന്നെ ഇവരുടെ ഇടയിൽ പാടിക്കാനുള്ള ഒരു അനുഗ്രഹം തന്നു. അതുപോലെ വേറെ കാര്യം വെച്ചാല് ഞാൻ ഇപ്പൊ കോഴ്സ് കംപ്ലീറ്റ് ആയി, ഇപ്പൊ നേഴ്സായി, ഇപ്പൊ എനിക്ക് ജോലി കിട്ടി പുതിയൊരു സ്ഥലത്തോട്ട്, ഊസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഞാൻ, ബർമിംഗ്ഹാമിന്റെ അടുത്ത്. അവിടുന്ന് മാറ്റി എന്നെ ഓക്സ്ഫോർഡ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട്, ഓക്സ്ഫോർഡിലോട്ട് കൊണ്ടുവന്നു. ഇവിടുത്തെ അതിലും വലിയ ഹോസ്പിറ്റലിൽ എനിക്ക് ജോലി തന്നു. എന്നിട്ടാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് പുതിയ സ്ഥലം, ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ആരെയും അറിയില്ല. പിന്നെ ഞാൻ തന്നെ എടുത്ത ഓക്കെ എനിക്ക് ദൈവം തന്ന ആദ്യത്തെ ജോലി ഇത് തന്നെ എടുക്കാം എന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് ആദ്യം ഒരു ഹിന്ദി ഫാമിലിയുടെ കൂടെ ഞാൻ നിന്നോണ്ടിരുന്നത്. അപ്പം എനിക്ക് എങ്ങനെയാ അക്കോമഡേഷൻ അവിടെ ഒന്നും ശരിയാവുന്നില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അവരുടെ ഹിന്ദു പ്രാർത്ഥന അങ്ങനെ മൊത്തത്തിലൊരു ആ രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയറാ. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോ എനിക്കൊരു വേറെ നല്ലൊരു സ്ഥലത്തോട്ട് മാറാൻ പറ്റണേ, പോരാത്തതിന് ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ഥലം കൂടിയാ, അപ്പൊ നല്ലൊരു സ്ഥലം കിട്ടണേന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച്. അപ്പൊ പഴയ ആ ഇടവകയിൽ ഉണ്ടായിരുന്ന അച്ഛൻ ഇവിടുത്തെ ഇടവകയിലെ അച്ഛനെ എന്നെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ട് ഇങ്ങനെ ഒരു കൊച്ചെന്ന്. അപ്പൊ ഈ അച്ഛനാണെങ്കിൽ ഒരു ദിവസം ഞാൻ ഇങ്ങനെ പള്ളിയിൽ പോയപ്പം എന്നെ വീട്ടിൽ കൊണ്ടുവിടാൻ ലിഫ്റ്റ് തരാനായിട്ട് ഒരു ചേട്ടനെയും ചേച്ചിനെയും പറഞ്ഞേൽപ്പിച്ചു. അപ്പൊ അവരുടെ കൂടെ ഞാൻ ഇങ്ങനെ വരുമ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയാണ് അവിടെ സ്ഥലത്തായിരുന്നു, ഞാൻ പുതിയതായിട്ട് വന്നതാ, ഞാൻ ഇങ്ങനെ റൂം നോക്കുവാന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങനെ പറയുക റൂം കൃത്യം ഈ മാസം അവരുടെ വീട്ടിൽ നിന്ന് അവർ നിന്നിരുന്ന ചേച്ചിമാരൊന്ന് മാറിപ്പോയതേ ഉള്ളൂ. അപ്പൊ അവരെന്നോട് അന്ന് തന്നെ നീ വന്ന വീട് കണ്ടു, അപ്പൊ അവര് പറഞ്ഞു ഇത്രയും പൈസയാണ്, 1000 പൗണ്ടാണ് ഇവിടെ വാടക, അവർ രണ്ടുപേരാ നിന്നിരുന്നേ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ അത്രയും പൈസ എനിക്ക് തരാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അത് കിച്ചൺ എനിക്ക് സ്വന്തം, എനിക്ക് സ്വന്തമായിട്ട് ടോയ്ലറ്റ്, എനിക്ക് വലിയ അത്യാവശ്യം റൂം. അപ്പൊ ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞപ്പോ ഒരു നിനക്ക് എത്ര തരാൻ പറ്റും, അപ്പം എനിക്ക് തരാൻ പറ്റുന്ന ഒരു പൈസയിലോട്ട് അവർ റെഡിയായി, അവർ എൻ്റെ അടുത്ത് വീട് വന്ന് കണ്ടു, അവരങ്ങനെ ഞാൻ ഇങ്ങോട്ട് വീട് മാറി. ഇവിടെ വീട് മാറി കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈശോ എന്നെ എന്തോരം കരുതുന്നുണ്ട്. അതായത് നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഈശോ അതിലും കൂടുതൽ നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കും. അപ്പൊ ഈ വീട്ടിലുള്ള ചേച്ചിയും ചേട്ടൻ എന്ന് പറഞ്ഞാൽ അത്രയും പ്രാർത്ഥിക്കുന്നവർ കേട്ടോ. അവരാണെങ്കിൽ എല്ലാ ദിവസവും പള്ളിയിൽ പോകാനായിട്ട്, ഇവരെല്ലാ ദിവസവും പള്ളിയിൽ പോയി, ശനിയും ഞായറും മാത്രമേ ഈ ചേട്ടൻ ഇവിടെ ഡ്യൂട്ടിക്ക് പോകുന്നുള്ളൂ, ബാക്കി എല്ലാ ദിവസവും പള്ളിയിൽ പോകും. പള്ളി ഇച്ചിരി ദൂരെയാ, അപ്പൊ പോകണമെങ്കിൽ വണ്ടിയിൽ വല്ലതും പോകണം. അപ്പൊ എല്ലാ ദിവസവും എനിക്ക് പള്ളിയിൽ പോകാൻ സൗകര്യം. ഈ ചേച്ചിയാണെങ്കിൽ വേദപാഠം പഠിപ്പിക്കുന്ന ചേച്ചി, അപ്പൊ എനിക്ക് ഇവിടെ വേദപാഠം പഠിപ്പിക്കാനായിട്ട് ഉള്ള ഒരു സൗകര്യം, നിനക്ക് താല്പര്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് എന്നെ അതിനുവേണ്ടി എനിക്കൊരു കാര്യം അറേഞ്ച് ചെയ്തിരുന്നു. ഞാൻ എന്തോരം ആഗ്രഹിച്ചോ, ഞാൻ ആ ധ്യാനങ്ങൾക്കൊക്കെ കൂടി നടന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ഈശോയ്ക്ക് വേണ്ടി പാട്ട് പാടണം, ഈ ധ്യാനത്തിന് പാട്ട് പാടണം. അങ്ങനെ ഇവിടെ വന്ന് അപ്പൊ ഇത്രയും പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുടെ കൂടെ കൊണ്ടെത്തിച്ചപ്പോ എനിക്കിതാ ഞാൻ ഈ ക്രിസ്മസിന് ഒരു മാസമായുള്ളൂ ഞാൻ ഈ സ്ഥലത്ത് വന്നിട്ട് ഇവിടുത്തെ കൊയറിൽ കയറി ക്രിസ്മസിന് ഈശോയ്ക്ക് വേണ്ടി പാട്ട് പാടി. ഇന്നിപ്പോ ഞായറാഴ്ച വൈകിട്ട് കുർബാനയ്ക്ക് പോവാൻ നിൽക്കുക, ഞാൻ നല്ല റെഡിയും കൂടി ആയിട്ട് നിൽക്കണേ. അപ്പൊ ഇന്ന് കുർബാനയ്ക്ക് പോകും, ഇന്ന് പാട്ട് പാടുക. ഈശോ നമ്മൾ ഞാൻ എന്നാ കുഞ്ഞു പ്രായത്തിൽ എന്തിനൊക്കെ കാര്യങ്ങൾക്ക് ഞാൻ ഇന്നൊക്കെ ഈ ക്രിസ്മസിനാണല്ലോ ആൾക്കാരെ കയറുന്നപ്പോ പാടിയപ്പോ ഞാനിങ്ങനെ ഈശോനെ നോക്കിയിട്ട് എന്റെ കണ്ണ് നിറഞ്ഞു. ഞാനിങ്ങനെ ഒത്തിരി കൊതിച്ച് ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്കൊന്ന് ആൾക്കാരെ അവിടെ കയറുന്ന പാട്ട് പാടുമെന്ന്. അപ്പൊ അതെനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ കൊണ്ട് തെറ്റിച്ച് ഈശോ എന്നെ പല പള്ളികളിൽ കൊണ്ടുപോയി പാട്ട് പാടിപ്പിക്കുന്നു. അപ്പൊ പോരാത്തന്നെ വീഡിയോ എടുത്ത് തുടങ്ങിയ കഥയാണെങ്കിൽ അത് വളരെ റാൻഡം ആയിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ ചുമ്മാ ഒരു വീഡിയോ ചെയ്തു. അപ്പൊ ഞാൻ എനിക്ക് വർത്താനം പറയാനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട്, അല്ലാതെ എങ്ങനെയെങ്കിലും അത് ഉപയോഗിക്കാൻ. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ പേര് വ്ളോഗ് ഒക്കെ ചെയ്യുന്ന, അങ്ങനെ ഞാൻ റാൻഡം ആയിട്ട് എന്റെ പേഴ്സണൽ അക്കൗണ്ടിലല്ല അല്ലാണ്ട് ഞാൻ വീഡിയോ ചെയ്തു. അത് പെട്ടെന്ന് ഒരു കാര്യമില്ല, പക്ഷെ 100K 10 ലക്ഷം പേര് ആ വീഡിയോ കണ്ടു. അപ്പത്തേക്ക് ഞാൻ കൊള്ളാലോ എന്നുള്ള രീതിയിൽ അത് ചെയ്ത് തുടങ്ങിയ 1-2 വീഡിയോ കൂടി ഒക്കെ ഇട്ടു, അതും നന്നായിട്ട് വരാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, സെനീറ്റ ചേച്ചീനെ പാട്ട് പാടുന്ന, ഈശോയുടെ പാട്ടൊക്കെ പാടുന്ന സെനീറ്റ ചേച്ചി. അപ്പൊ സെനീറ്റ ചേച്ചിയുടെ വീഡിയോ കണ്ടപ്പോ എനിക്ക് തോന്നി സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ ഒരു ലൈഫ് ഒന്നും അല്ലോ ആഗ്രഹിച്ചത്, എനിക്ക് ഇങ്ങനെ ഈ ഒരു ആഗ്രഹിച്ചത് എന്ന് ഓർത്തിട്ട് ഞാൻ കൃത്യം അങ്ങനെ ആഗ്രഹിച്ച് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ഒരു പേജ്, ജീസസ് മീഡിയ മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊളാബ് ചെയ്യുന്ന കുറെ പേജുകൾ, അങ്ങനെ ഗുഡ് ബീഫ് എന്ന് പറഞ്ഞൊരു പേജ്, അങ്ങനെ ഒരു കൊച്ചിനെ പരിചയപ്പെട്ടു. ആ കൊച്ചിനോട് പറഞ്ഞു ചേച്ചി ഒരു വീഡിയോ പേജ് അങ്ങ് തുടങ്ങ്, പാട്ട് പാട്, ചേച്ചി നന്നായിട്ട് പാടും. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ വലിയ പാട്ടുകാരിയല്ല, പക്ഷെ ഞാൻ എന്നിട്ട് ഇവൻ അങ്ങ് പറഞ്ഞതിന്റെ ഒരു ധൈര്യത്തിൽ ഞാൻ
ഞാൻ അങ്ങോട്ട് ഒറ്റയടിക്ക് പ്രാർത്ഥിച്ച് ഒരു പേജ് അങ്ങ് തുടങ്ങി. ആദ്യത്തെ വീഡിയോസ് ഒക്കെ നോക്കിയറിയാം ഞാൻ പാട്ട് പാടുന്ന 1-2 വീഡിയോയാ. അത് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, എനിക്ക് തന്നെ തോന്നി തുടങ്ങി എന്നെ കൊണ്ട് ഇങ്ങനെ വെറുതെ പ്ലെയിൻ ആയിട്ട് പാടുക, എനിക്ക് അങ്ങനെ വേറൊന്നും ചെയ്യാൻ അറിയില്ല, ഇൻസ്ട്രുമെന്റ് വായിക്കാനൊന്നും അറിയില്ല. അപ്പൊ ഞാൻ ഓർത്തു വേറെ എന്തെങ്കിലും ചെയ്താലോ, വചനം പറഞ്ഞാലോ. അങ്ങനെ ഒരു റാൻഡം ആയിട്ട് നമ്മുടെ മനസ്സിൽ തന്നെ പരിശുദ്ധാത്മാവ് തോന്നിപ്പിക്കുക, ഇങ്ങനെ വചനം പറഞ്ഞ് വചനത്തോട് ചേർത്ത് വെച്ച് കാര്യങ്ങൾ പറയാ. അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അത് ഒത്തിരി പേരുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ച വീഡിയോ തുടങ്ങിയപ്പോ ഒരു 500 പേര് കണ്ടാ കണ്ടോട്ടെ, അത്രയും പേര് കാണുന്നുണ്ടല്ലോ. പക്ഷെ അത് 500K ആളുകളും 1 മില്യൺ അടുത്ത ആളുകളൊക്കെ കണ്ട വീഡിയോസ് ഒക്കെ ഒത്തിരി ആളുകളിലോട്ട് ഈശോ എന്നെ ഉപയോഗിക്കുക. ഒന്നുമല്ല, എല്ലായിടത്തു നിന്നും മാറ്റി നിർത്തപ്പെട്ട് ഒരു കഴിവും ഇല്ല എന്നുള്ള രീതിയിൽ എന്നെ കൊണ്ട് തോന്നിപ്പിച്ച ആളുകളുടെ മുന്നിൽ എന്നെ ഈശോ, ഞാൻ എന്താ ചോദിച്ചത്, ഈശോ എന്നെ ഉയർത്തി നിർത്തണം, നിനക്ക് പറ്റും. ഈശോയുടെ വചനം പറഞ്ഞു തന്നെ ഈശോ എന്നെ ഉയർത്തി നിർത്തിപ്പിച്ചിരിക്കുക. ഇപ്പോഴാണെങ്കിലും എനിക്ക് ചുറ്റും ആശുപത്രിയിലെ വാർഡിലാണെങ്കിലും വളരെ നല്ല, ഞാൻ പ്രാർത്ഥിക്കുന്ന ഈശോയെ നല്ലൊരു ടീമിനെ തരണം, എന്നെ ഹെൽപ്പ് ചെയ്യുന്ന പുതിയൊരു സ്ഥലം, അതുപോലെ നല്ല മനസ്സുള്ള ഒത്തിരി ആളുകളുടെ ചുറ്റും ഈശോ എന്നെ കൊണ്ടെത്തിച്ചിരിക്കുക. ഇപ്പൊ പോലും എന്നിട്ട് ജോലി തുടങ്ങിയപ്പോ എനിക്ക് ചെറിയ ക്ഷീണവും ഓട്ടവും തിരക്കും ഒക്കെ ആയപ്പോഴത്തേക്കും പ്രാർത്ഥനയെ നിശ്ചയിക്കും മാറി എനിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പൊ ഞാൻ അതിനെപ്പറ്റി ഞാൻ പറയാം, നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ 1-2 പേരോട് ഇങ്ങനെ സംസാരിച്ചപ്പോ എനിക്കറിയാം പ്രയർ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരും അവരും ചില സമയത്ത് ഇങ്ങനെ വീണ് പോകും. നമ്മൾ പ്രയർ കൺസിസ്റ്റൻസി ഇല്ലാണ്ടായി പോകും. ചിലപ്പോൾ നമ്മൾക്ക് എപ്പോഴും അതിങ്ങനെ ചിലപ്പോൾ എന്തെങ്കിലും തിരക്കോ ക്ഷീണോ ഒക്കെ നമ്മൾ പിന്നെ ഇപ്പൊ നമ്മുടെ ആശിഷ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മള് ചിലപ്പോൾ നമ്മുടെ പ്രയോറിറ്റി ആണ് പലപ്പോഴും, അല്ലെങ്കിൽ ചില സമയത്ത് നമ്മുടെ ക്ഷീണോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഓരോ മുട്ടുന്യായങ്ങൾ കൊണ്ട് നമ്മൾ ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥന ലൈഫ് ഇച്ചിരി ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും, ഞാൻ എന്നിട്ട് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇരുന്ന് ലിറ്ററലി കഴിഞ്ഞ ദിവസം ഞാൻ ഇരുന്ന് നേരത്തെ എണീറ്റ് ഇന്ന് പ്രാർത്ഥിക്കണേ, എനിക്ക് തന്നെ നമുക്കൊരു വിഷമം, അയ്യോ ഞാൻ ഈശോയോട് അകന്ന് പോവാണോ, അയ്യോ ഈശോയോട് ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഈശോയുടെ കൂടെ ഞാൻ ഇരിക്കുന്നില്ല എന്നുള്ളൊരു വിഷമം വന്നിട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് അലാറം വെച്ചിരുന്ന് ഡ്യൂട്ടിക്ക് പോണതിന് മുന്നേ കുറച്ചു നേരം സ്തുതിച്ച് പ്രാർത്ഥിച്ചു. അന്ന് നെക്സ്റ്റ് ഡേ ആണ് എനിക്ക് നന്മമരത്തിൽ നിന്നുള്ള മെസ്സേജ് വന്ന് നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ തോന്നുക, ഞാൻ അകന്നു പോവാൻ നമ്മൾ ആഗ്രഹിക്കാതെ ഈശോയോട് ചേർന്ന് നിൽക്കാൻ നോക്കുമ്പോൾ വലിയൊരു ഗ്രൂപ്പിലോട്ട്, ഇപ്പൊ നിങ്ങളുടെ എല്ലാ അനുഭവങ്ങളും കാര്യങ്ങളും കാണിച്ചാൽ മതി, നമ്മളെ ഈശോ അടുപ്പിച്ച് ചേർത്ത് നിർത്തും, നമുക്ക് വേണ്ടതെല്ലാം തരും. നമുക്ക് ആ വിശ്വാസം, നമ്മുടെ ഹെബ്രായർ നിയമാവർത്തന പുസ്തകത്തിൽ പറയുന്ന പോലെ ഇത്രയും വിളിച്ചു കഴിഞ്ഞാൽ അത്രയും അടുത്തുള്ള വേറെ ഏത് ദൈവമുള്ള, ഇത്രയും ശ്രേഷ്ഠമായ ജനത വേറെ ഏതാ ഉള്ളത്. അപ്പൊ നമ്മുടെ ഈശോ നമ്മുടെ വിളിക്ക് അപ്പുറം ഉണ്ട്, നമുക്ക് ആ ഒരു വിശ്വാസം ഉണ്ടായാൽ മതി. അപ്പൊ അവസാനമായിട്ടൊരു വചനം പറഞ്ഞത് ഞാൻ നോക്കിയപ്പോ റാൻഡം ആയിട്ട് ഞാനും വിശ്വാസത്തെ പറ്റിയാ പറഞ്ഞത്, ഇന്ന് എല്ലാവരും വിശ്വാസത്തെ പറ്റിയാ പറഞ്ഞത്. അപ്പൊ ഹെബ്രായർ പുസ്തകത്തില് 10-ാം അധ്യായത്തിലെ 37-ാം വചനം, ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ, വരാനിരിക്കുന്നവൻ വരിക തന്നെ ചെയ്യും, അവൻ താമസിക്കുകയില്ല. എന്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും, അവൻ പിന്മാറുന്നെങ്കിൽ എന്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല. പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം. അപ്പൊ വിശ്വസിച്ച് വിശ്വാസം കൊണ്ട് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാവട്ടെ നമ്മൾ എല്ലാവരും. ഇന്ന് ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ വരാൻ പറ്റാതെ ഇരുന്നവരെയൊക്കെ നമുക്ക് ചേർത്ത് പ്രാർത്ഥിക്കാം. പിന്നെ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കാൻ തോന്നിയത്, ഇത്രയും പേരെ കാണാനും ഇത്രയും വിശ്വാസമുള്ള ഒരു ഗ്രൂപ്പിലോട്ട് വരാൻ പറ്റിയാലും ഒത്തിരി സന്തോഷം. താങ്ക് യു ഈശോയെ. എല്ലാവർക്കും താങ്ക് യു.